പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്തായിട്ട് മാഞ്ചേരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് പാലം ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ IT പ്രൊഫഷണൽസിനും ഇൻവെസ്റ്റേഴ്സിനും പറ്റിയൊരു പ്രോപ്പർട്ടി കൂടിയാണ്. 5 സെൻറ്റും 670 ലിങ്ക്സ് ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും മൂവാറ്റുപുഴയ്ക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ആ വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഇതിലേക്ക് വരുന്ന വഴികളെല്ലാം ടൈല് വിരിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുദ്ധമായിട്ടുള്ള വായുവാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ പള്ളിക്കര ഏരിയയിലൊന്നും ഫ്ലഡ് ബാധിക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ എലിവേഷൻ തന്നെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഫ്രണ്ടിലെ സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ബാക്കിലും സെറ്റ് ബാക്ക് കൊടുത്ത് വിശാലമായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നിട്ടുള്ളത്. പോർച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പോർച്ചിൽ വണ്ടി ഇപ്പോൾ 7 സീറ്ററാണ് കിടക്കുന്നത്. ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല സമനിരപ്പിൽ വണ്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ടൈല് ക്വാളിറ്റി ഉള്ളൊരു ടൈല് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മുറ്റത്തൊക്കെ വിരിക്കുന്ന അതേ ടൈല് തന്നെയാണ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനം കടന്നാലും ഒരു വാഹനം നിർത്തിക്കൊണ്ട് തന്നെ മറ്റു വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ള സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശമാണ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയും സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വടക്ക് ഭാഗത്തേക്ക് പോവാം. ഇങ്ങനെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട് നടന്നു പോകാനായിട്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് വരാം. ധാരാളം സ്പേസ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നല്ല കിണർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമാണ്. അരഞ്ഞാണം ചെത്തിയെടുത്ത നല്ല കിണറാണ് ഇവിടെ. നല്ല നീറ്റായിട്ടുള്ള വാട്ടറും ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഇവിടെ കിണർ വന്നുള്ളത്. ഈസ്റ്റ് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈല് വിരിച്ചിട്ടുണ്ട്, ഫുള്ള് ടൈല് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്യാം. അത്രയും സ്പേസ് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പവർ പോയിന്റും വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് തന്നെയാണെന്നുണ്ടെങ്കിലും ചുറ്റും സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. ഈ കാണുന്ന ഈസ്റ്റ് സൈഡാണ്, കിഴക്കോട്ടാണ് വീടിൻ്റെ ഡോറ് വന്നുള്ളത്. ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സിംഗിൾ ഡോറ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. ഇവിടെയായിട്ടൊരു 4 സീറ്റർ വീഴും, ഇവിടെയായിട്ടൊരു 3 സീറ്റർ കൊടുക്കാം, അവിടെയായിട്ടൊരു കോർണർ സെറ്റ് കൊടുക്കാം. അപ്പോൾ അത് ഏത് മെറ്റീരിയൽ കൊണ്ട് തന്നെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് നല്ലൊരു സെറ്റീസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ടീ പോയിന്റ് കൊടുത്തു കഴിയുമ്പോൾ ഭംഗിയായിട്ടുള്ള ലിവിങ് സ്പേസ് കിട്ടും. ഇവിടെയായിട്ടാണ് ടി യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നല്ലൊരു രീതിയിൽ ഇവിടെ ഒരു ടി യൂണിറ്റ് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല ബ്ലൈൻഡ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്ത് ഇതിൻ്റെ ലുക്കേ മാറിപ്പോകും. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയറിനടി കവർ ചെയ്തിട്ടില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആണ്. നല്ല പ്രകാശം കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 2 മാളി ജനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയിലും ടി യൂണിറ്റിനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ് ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ്, അതായത് ഡൈനിങ് ഏരിയയിൽ നിന്ന് മാറിയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് ഒരു ഗ്രാനൈറ്റിന് മേലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജാങ്കോൻ്റെ ഫിറ്റിങ്സ് ആണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചുറ്റും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഒന്നും കയറേണ്ട ആവശ്യമില്ല. നല്ലൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ
സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഷവർ ഏരിയയും കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്, ഫുള്ള് ടൈല് വിരിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു ഡോറും കൊടുത്തിട്ടുണ്ട്, അതും ഫൈബർ ഡോർ തന്നെയാണ്. ഇത് നമുക്ക് കിച്ചണിലേക്ക് വരാം. വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ സ്പേഷ്യസ് തന്നെയാണ്. ഒരു സി ടൈപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, മേലെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് 3 പാളി വലിയ ജനലാണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് കിഴക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഹുഡും ഹോബും കാർഡിയും ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തൊരു ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. പവർ പോയിന്റ് വന്നിട്ടുണ്ട്. LECൻ്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു സിങ്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പും വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിന്റ് ധാരാളം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെയും ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ലൊരു സിങ്ക് വന്നിട്ടുണ്ട്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മേലെയായിട്ട് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഈസി ആയിട്ട് തുറക്കാവുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇതെല്ലാം സ്ലാബ് ആയതുകൊണ്ട് തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം വന്നിരിക്കുന്നത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഡോറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം തന്നെ 14 അടിയോളം നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു കബോർഡ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. ഇനിയൊരു മിറർ വരാനുണ്ട്, ലൈറ്റും വരാനുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെയാണ് ഫിറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്. ഡൈവർട്ടറും സെറ തന്നെയാണ്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. എക്സോസ്റ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതായത് താഴെ ഇതിന് 2 ബെഡ്റൂമാണ് വന്നുള്ളത്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വീണ്ടും വന്നു. ഇതിനും 14 അടിയോളം നീളം വന്നിട്ടുണ്ട്. 11 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരികയും ചെയ്യും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. മാത്രമല്ല നമുക്ക് ഇവിടെയായിട്ട് നല്ല രീതിയിൽ കബോർഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയോ അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ബാത്റൂമിലേക്ക് കയറി വരുന്ന എൻട്രൻസിലോ നല്ല രീതിയിൽ നമുക്ക് കബോർഡ് ചെയ്യാവുന്നതാണ്. മേലെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അത് ഫുള്ള് കവർ ചെയ്യാനുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുന്നതിന് മുമ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിറർ വരാനുണ്ട്, ലൈറ്റ് കൊടുക്കാനുണ്ട്. ഇവിടെയായിട്ട് ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. അതും സെറ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അവിടെയായിട്ട് ഒരു എക്സോസ്റ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ്. അപ്പോൾ താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ടൈലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആണ്. ഈസ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ ബെഡ്റൂമിലേക്ക് പോകാം. 3 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഒരേ പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് വൈറ്റ് 4x2 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ താഴത്തെ സെയിം ബെഡ്റൂമിലേക്ക് പോയി. 14 അടി നീളം 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ്. അവിടുത്തെ ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം ഡോർ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ നീളം 14 അടി നീളം കൊടുത്തിട്ടുണ്ട്. 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോകാം. ബാത്റൂമിലേക്ക് ഒന്ന് പോകാം. വാഷ് ബേസിൻ മിറർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഇവിടെയായിട്ട് ഷവർ കോക്ക്, റെയിൻ ഷവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലൊരു യൂട്ടിലിറ്റി ഏരിയയും കൂടി ഉണ്ട്. ഇങ്ങനെ
അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇത് ഷീറ്റിട്ട് കവർ ചെയ്യാനുണ്ട്. ഇത് ഷീറ്റിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഓപ്പൺ ടെറസയിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. സ്ക്വയർ ട്യൂബിൽ ഹാൻഡിലൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം ഏകദേശം ഒരു 12 അടി നീളം 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. പിന്നെ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തിയേറ്റർ റൂമോ അല്ലെങ്കിൽ പ്രെയർ റൂമോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. സ്റ്റഡി റൂമോ ഒക്കെ ആക്കിയെടുക്കാവുന്ന നല്ലൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല ബാൽക്കണി, ഓപ്പൺ ബാൽക്കണി കിട്ടിയിട്ടുണ്ട്, കവേർഡ് ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. രണ്ടിനും ഒരേ ടൈൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫ്ഡ് ഗ്ലാസും വരുന്നുണ്ട്. അവിടെയായിട്ട് നല്ല രീതിയിൽ ഗാർഡനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരങ്ങളെല്ലാം ഭംഗിയായിട്ട് നമുക്ക് അവിടെ ചിലവഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റും 670 ലിങ്ക്സ് ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഭംഗിയായിട്ടും നല്ല സ്പേഷ്യസുമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. തികച്ചും നിങ്ങളുടെ മനസ്സിനുണ്ടെന്ന രീതിയിൽ ഇൻറ്റീരിയറിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ബിൽഡർ ഇത് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 72 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ പേപ്പർ വർക്കിനെ കുറിച്ചും മറ്റ് ലോൺ സൗകര്യത്തിനെ കുറിച്ചും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റിലായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.